മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെ മുറിയിലെത്തുന്ന കണ്ണനോടാണെങ്കിൽ പ്രതാപൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതാപനെ കൊല്ലാനായിട്ട് എഴുന്നേൽക്കുന്നു. പ്രതാപം പറയുന്നുണ്ട്, മോൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് വിശ്വനാഥൻ്റെ കൂടെ പോയി ചേരണം. അതുകൊണ്ട് എന്നെ കൊല്ലണം മോനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കണ്ണനോടായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുത്തിൽ നിന്നും കൈയെടുക്കുന്നുണ്ട്. മോനെ കണ്ണ എന്നെ കൊല്ലും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വീണ്ടും പറയുമ്പോഴേക്കും പെട്ടെന്നാണ് പ്രതാപൻ എഴുന്നേറ്റ് നിന്ന് തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് കണ്ടത്. മോനെ കണ്ണ നീ എഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് തന്നെ പ്രതാപൻ നോക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണൻ വീൽ ചെയറിലോട്ട് ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, മോനെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് മോനെ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അത് കേൾക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് കണ്ണൻ പോയതിന് ശേഷം പ്രതാപനാണെങ്കിൽ ആകെ വളരെ സന്തോഷിക്കുന്നു. ഇത്രയെങ്കിലും അവനോട് എനിക്ക് പറയാൻ പറ്റിയല്ലോ, അത് തന്നെ വളരെ സന്തോഷമായി. എൻ്റെ നെഞ്ചിലെ ഭാരം കുറച്ചെങ്കിലും കുറഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ കണ്ണനോട് മഹിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയില്ലെങ്കിൽ അവൻ്റെ വായിലിരിക്കുന്നത് എന്തെല്ലാമാണ് അവൻ വിളിച്ചു പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയുന്നു. മുത്തശ്ശിയുടെയും മഹിയുടെയും മോഹിനിയുടെയും എല്ലാം ഭാവമാറ്റങ്ങളെല്ലാം തന്നെ കണ്ണൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കണ്ണന് മനസ്സിലാകുന്നുണ്ട് പ്രതാപം പറഞ്ഞതിൽ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ണനും മഹിയും അവിടെ നിന്നും പോവുകയാണ്. അതേസമയം മുത്തശ്ശിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം കണ്ണനൊന്നും അറിഞ്ഞില്ലല്ലോ, അതിനു മുമ്പേ തന്നെ ഇവിടുന്ന് പോയല്ലോ എന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുന്നു. മോഹിനി പറയുന്നുണ്ട്, എന്താണെങ്കിലും കണ്ണൻ എന്തോ ഒരു ചെറിയ സംശയത്തിൻ്റെ പുറത്താണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ഇനി വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നെല്ലാം പറയുകയാണ്. എൻ്റെ ലക്ഷ്മി മോളുടെ ജീവിതം തകരുന്നത് കാണാനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ചികിത്സിച്ച് രോഗം മാറ്റിയെടുത്തില്ലെങ്കിൽ കാരണം മോളുടെ ജീവിതമാണ് ഏറ്റവും വലിയ നരകത്തിലാകാൻ പോകുന്നതെന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. പിന്നീട് അനന്തവും ലേഖയും ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കണ്ണൻ്റെയും മഹിയുടെയും കാറ് വന്നിറങ്ങുന്നു. അതേസമയം പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കണ്ണനും മഹിയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ഇവരാണെങ്കിൽ ആകെ പേടിച്ച് ഭയന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്ത് കുഴപ്പം, ഒരു കുഴപ്പവുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി ചെല്ലുന്നു. പക്ഷേ കണ്ണൻ്റെ ഭാവമാറ്റങ്ങളും എല്ലാം തന്നെ ഇവരെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കണ്ണനാണെങ്കിൽ പഴയ പോലെയുള്ള ഒരു ഉഷാറോ ഒരു സന്തോഷമോ ഇല്ലാത്ത പോലെ തന്നെയാണ് കണ്ണൻ നിൽക്കുന്നത്. അത് കാണുമ്പോൾ മഹിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട്. കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞോ, എന്തായിരിക്കും കണ്ണേട്ടൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് വിചാരിച്ച് മഹി ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ്. അതേസമയം കണ്ണൻ എന്തോ വലിയ ആലോചനയിൽ തന്നെയാണ്. അയാൾ പറഞ്ഞതിലൊന്നും ഒരു സത്യമില്ലാതില്ല. അയാളാണെങ്കിൽ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. മഹിയാണെങ്കിൽ അന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ അയാളത് നുണയല്ല പറഞ്ഞിരിക്കുന്നത്, സത്യമാണെന്ന് തന്നെ കണ്ണന് മനസ്സിലാകുന്നു. അങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് കണ്ണൻ തീരുമാനിക്കുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കണ്ണൻ പോയതിന് ശേഷം മഹിയാണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ ലേഖയോട് പറയുന്നുണ്ട്, കണ്ണേട്ടന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തോ ടെൻഷൻ തന്നെയായിരുന്നു. കണ്ണേട്ടൻ എന്നോട് ഒരുപാടൊന്നും സംസാരിച്ചില്ല, എന്തോ സംശയം ഉണ്ടായിട്ടുണ്ട് കണ്ണേട്ടനെ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ഒരു തോന്നൽ പോലും ഉണ്ടാവില്ലായിരുന്നു എന്നെല്ലാം മഹി പറയുന്നത് കേട്ട ലേഖ പറയുന്നുണ്ട്, ശരിയാണ്, എനിക്കും കണ്ണേട്ടനെ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. കണ്ണേട്ടനാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നെല്ലാം പറയാണ് ലേഖ. അനന്തു പറയുന്നുണ്ട്, മഹി ഇതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കണ്ണനോട് തുറന്നു പറയാനായിട്ടൊരു മടി, അല്ലെങ്കിൽ ഞാൻ ഇതിലും പണ്ടേ കണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയും. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അവനെ മാറ്റി നിർത്തി ഈ കാര്യങ്ങൾ ഒരു ദിവസം അവനോട് ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനുശേഷം എന്തും വരട്ടെ എന്നെല്ലാം നമ്മുടെ അനന്ത് പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മഹി വിചാരിക്കുകയാണ്, കണ്ണേട്ടനാണെങ്കിൽ എല്ലാവരും പറഞ്ഞറിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഈ കാര്യം കണ്ണേട്ടനോട് നേരിട്ട് തന്നെ പറയണം, അല്ലെങ്കിൽ കണ്ണേട്ടൻ എന്നെ വെറുക്കും. ഇപ്പോൾ തന്നെ കണ്ണേട്ടൻ അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നെല്ലാം മഹിക്കാണെങ്കിൽ തോന്നുകയാണ്. പിന്നീട് വാമദേവനെയാണ് കാണിക്കുന്നത്. വാമദേവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് തന്നെ കമലേശ്വരത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം അയാളാണെങ്കിൽ എന്തെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കണ്ണനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കാണുമോ, ഞാനാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമോ എന്നെല്ലാം ഓർത്ത് വാമദേവനാകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.